C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. എന്ത് ചെയ്യും? ഇക്കാര്യത്തിൽ ഞാൻ ആരോടാ സഹായം ചോദിക്കുന്നത്? 100% നമ്മളെ വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്ന ഒരു സുഹൃത്തിനോട് മാത്രമേ ഇങ്ങനൊരു കാര്യം സംസാരിക്കാൻ പറ്റൂ. ഈ കുടുംബത്തിന് വേണ്ടി ഞാൻ ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല. സുധീഷിനെ ഒന്ന് വിളിച്ചാലോ? അവനാകുമ്പോ അല്പസ്വല്പം ഉടായ്പൊക്കെ കയ്യിലുള്ളവനാ. ഇക്കാര്യത്തില് അവനും ചിലപ്പോ എന്നെ സഹായിക്കാൻ പറ്റും. ആഹാ, ചിത്രയാണല്ലോ. ഇവൾക്ക് എന്ത് പറ്റി പതിവില്ലാതെ വിളിക്കാൻ? ആ ചിത്ര, എന്തുണ്ട് വിശേഷം? സുധീഷ്, നീ ഇപ്പൊ എവിടെ? ഞാനിപ്പോ ടൗണിലുണ്ട്. എന്താടി? എനിക്ക് നിന്റെ ഒരു സഹായം ആവശ്യമുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യമുള്ളപ്പോഴല്ലാതെ നീ എന്നെ അങ്ങനെ വിളിക്കാറില്ലല്ലോ. നീ എന്റെ കസിനാന്ന് പറഞ്ഞിട്ട് എന്താടി കാര്യം? സുധീഷ്, നീ എന്നെ ചതിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ടാ ഞാൻ നിന്നെ ഇക്കാര്യത്തിന് വിളിക്കുന്നത്. നീ എന്താ പറഞ്ഞു വരുന്നത്? നിന്റെ സംസാരം കേട്ടിട്ട് എന്തോ കുഴപ്പമുള്ള പോലെ തോന്നുന്നല്ലോ. കുഴപ്പമുണ്ട്. ഇവിടെ ചില കുഴപ്പങ്ങളുണ്ട്. എനിക്ക് നിന്റെ ഒരു സഹായം വേണം. അത് മറ്റൊരാളും അറിയുകയും ചെയ്യരുത്. നീ പറ, ഞാൻ എന്ത് സഹായം ചെയ്യണ്ടേ? നീ ഇപ്പോഴും ആ ജ്വല്ലറിയിൽ ജോലിക്ക് പോകുന്നുണ്ടല്ലോ അല്ലെ? അതെ, അതിനെന്താ? അതിനൊന്നുമില്ല. പക്ഷെ അവിടെ നിന്ന് നീ എനിക്കൊരു സംഗതി ഒപ്പിച്ചേരണം. എന്ത് സംഗതി? ചിത്ര, നീ എന്തൊക്കെയാ പറയുന്നേ? ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. നീ എന്നെ കൂടി ജയിലിൽ കയറ്റാനുള്ള പണിയാണ് കാണിക്കുന്നേ. സുധീഷ്, എന്റെ കാര്യം ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? ആരായിരുന്നു ഫോണില്? ആരോട് എന്ത് സഹായം നീ ചോദിച്ചത്? അയ്യോ, ഞാൻ എന്റെ ഒരു കസിനെ വിളിച്ചതാ. നമ്മുടെ സുധീഷ് ഇല്ലേ, ആ ജ്വല്ലറിയിൽ ജോലിയുള്ളവൻ. അവനെ കൊണ്ടൊരു ആവശ്യം ഉണ്ടായിരുന്നു. ചിത്രയുടെ ബന്ധുവാണെങ്കിലും അവൻ പണ്ടേ ഒരു ഉടായിപ്പാണെന്ന് എനിക്കറിയാം. അവനെ കൊണ്ട് എന്ത് കാര്യം നിനക്ക് സാധിക്കാനുള്ളത്? എനിക്ക് കുറച്ച് ഗോൾഡ് മാറ്റി വാങ്ങണമായിരുന്നേ. അതിന്റെ കാര്യം സംസാരിക്കാനാ വിളിച്ചേ. ചിത്രേ, നീ ഒന്നും ഒളിക്കാൻ ശ്രമിക്കണ്ട. നീ പറഞ്ഞത് ഏകദേശം ഞങ്ങൾ കേട്ടു. നീ ആയിട്ട് എടുത്തു ചാടി ഒന്നും ചെയ്യാൻ പുറപ്പെടണ്ട. നീ ഈ വീടിന്റെ നല്ലത് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് ഞങ്ങൾക്കറിയാം. എന്ന് കരുതി നിന്റെ ജീവിതം കുഴപ്പത്തിലാക്കാൻ നിൽക്കണ്ട. ദുഷ്ടനാണെങ്കിലും അവിനാശി നിന്റെ ആംഗ്ലയാ, അത് ഓർമ്മ വേണം. അതുകൊണ്ട് ആവശ്യമില്ലാത്ത ചിന്ത മനസ്സിൽ നിന്ന് കളഞ്ഞേക്കണം, കേട്ടോ? വേണ്ടത് എന്താണെന്ന് വെച്ചാ നമ്മുടെ ഭർത്താക്കന്മാരും DKയുമായിട്ട് ആലോചിച്ചങ്ങ് ചെയ്തോളൂ. അതിനിടയിലേക്ക് നീ തലയിടാൻ പോകണ്ട, മനസ്സിലായോ? അത് മാത്രമല്ല, ഈ കാര്യം നമ്മൾ 3 പേരിൽ മാത്രം ഒതുങ്ങി നിന്നാ മതി. 4മതൊരാൾ അതറിയാൻ ഇടവരരുത്, മനസ്സിലായോ? അയ്യച്ചി, എനിക്ക് ഇനി ഇത് സഹിക്കാൻ വയ്യ. അത്രയ്ക്ക് ഗതി കെട്ടിട്ടാ ഞാൻ ഈ തീരുമാനം എടുത്തത്. നിന്റെ മാനസികാവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ ഒരാവേശത്തിന് കിണറ്റി ചാടിയ 9 ആവേശത്തിന് തിരിച്ചു കയറാൻ പറ്റില്ല. ജീവിതം ഇരുട്ടിലായി പോവും, അത് മറക്കണ്ട.
എന്റെ കുട്ടികളെ അന്യായമായിട്ട് കേസിൽ അകപ്പെടുത്തി ജയിലിലടയ്ക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ എന്റെ ഈ മുഖം അങ്ങ് മാറും. ഞാൻ കോപിക്കാത്ത ഡീക്കേ. നിങ്ങളുടെ കുട്ടികളെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ഒരു കേസിലും പ്രതിയാക്കിയിട്ടുമില്ല. പ്രതിയാക്കും എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. അവരുടെ പേരിൽ നിങ്ങൾ എന്ത് കേസ് കെട്ടിവെച്ചാലും അവരെ ഈസിയായിട്ട് ജാമ്യത്തിലെടുക്കാനുള്ള വഴിയൊക്കെ എനിക്കറിയാം. അധികം ശൗര്യമൊന്നും വേണ്ട വക്കീലെ. ഒരു ജാമ്യം ഇല്ലാതെ ഇവന്മാരെ അകത്തിടാനുള്ള എല്ലാ വകുപ്പും എനിക്കറിയാം. പക്ഷേ തൽക്കാലം അത് വേണ്ടാന്ന് വെച്ചിട്ടാ. ഇതിന് വക്കീലിന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ അവന്മാരെയും തുറന്നു വിട്ടേക്കാം. പിന്നെ അവന്മാരെ പിടിച്ച് ഞാൻ ലോക്കപ്പിലിട്ടത് അതൊരു വാശിയില്ല. എന്റെ സ്റ്റേഷനത് കയറി വന്ന് എന്നെ ഭീഷണിപ്പെടുത്തിയിട്ട് അങ്ങനെ ഈസിയായിട്ട് ഇറങ്ങിപ്പോകാമെന്ന് ആരും കരുതരുതല്ലോ. അതിനിപ്പോ എന്റെ അളിയനായാലും. പിന്നെ DK ഇവിടെ എന്റെ മുൻപിലൊന്ന് വരണമായിരുന്നു അവർക്ക് വേണ്ടി. അതുകൊണ്ടാ ഞാൻ അങ്ങനെ ചെയ്തേ. ആവശ്യമില്ലാത്ത കളിയൊന്നും വേണ്ട സാറേ. നിങ്ങൾ ഇതിനൊക്കെ സമാധാനം പറയേണ്ടി വരും. ഒന്ന് പോടോ വക്കീലെ. ഇതിലും വലിയ വക്കീലന്മാർ എന്റെ മുന്നിൽ വന്ന് നിന്നിട്ട് വിറച്ചിട്ടില്ല ഞാൻ. താൻ വലിയ ചൂണ്ടനൂലിൽ കുരുങ്ങാത്ത കൊമ്പൻ സ്രാവ് ചിലപ്പോ വാഴനാരിൽ കുരുങ്ങി മരിക്കുമെന്നൊരു പഴഞ്ചൊല്ലുണ്ട്. ആ ഇനി സ്ഥിരമായിട്ട് ഇടണമെങ്കിൽ നമുക്ക് പിന്നെ നോക്കാം. എന്താ അതെ, ഇനി മേലാൽ ഒരുത്തനും എന്റെ പിന്നാലെ ഒന്ന് ഭീഷണിപ്പെടുത്താൻ നിൽക്കരുത്. പ്രത്യേകിച്ചും പ്രിയയുടെ കാര്യത്തില്. ആ DK, പ്രിയയുടെ കാര്യത്തിൽ നിന്ന് നിങ്ങൾ പിന്മാറും. ഈ വക്കീലിനെ കൊണ്ട് അവളെ കല്യാണം കഴിപ്പിക്കാനുള്ള എല്ലാ പദ്ധതികളും ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം. അളിയ, എന്താടാ? അളിയന്റെ സ്വീകരണം ഞങ്ങൾക്ക് നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു. ഇതിനുള്ള മറുപടി അളിയന് ഞങ്ങൾ തരുന്നുണ്ട് കേട്ടോ. ആയിക്കോട്ടെ. ഇപ്പൊ എന്തിനാ തുറന്നു വിട്ടത്? കുറച്ചു നേരം കൂടി അതിനകത്ത് ഇടായിരുന്നില്ലേ? അവിനാശ്, പ്രിയയെ കല്യാണം ആലോചിച്ചത് ഞാനാ. ഇവരാരും നിർബന്ധിച്ചുകൊണ്ടല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ്. ഇനി അവൾക്ക് വേറെ എത്ര ബന്ധങ്ങൾ ഉണ്ടായിരുന്നെന്ന് ആരോപിച്ചാലും എനിക്കറിയാം പ്രിയ എന്താണെന്ന്. അതിനപ്പുറം നിങ്ങളുടെ ഭീഷണിയൊന്നും നടക്കത്തില്ല. എന്തായാലും ഞങ്ങൾ കല്യാണം കഴിക്കും. മുഹൂർത്തമാകുമ്പോ അറിയിക്കാം. ഇങ്ങനെ പറഞ്ഞു പോയ ഒരുത്തനുണ്ടായിരുന്നു പണ്ട്. അവനിപ്പോ ഈ ഭൂമിയിലേ ഇല്ല. ഈ ഭൂമി ആരുടെ സ്വന്തമൊന്നുമല്ല. അക്കാര്യം നീ മറക്കരുത്. ഈ ഭൂമി സ്വന്തമാണെന്നും ഇതിൽ ഒരുപാട് കാലം ചക്രവർത്തിയെ പോലെ അഹങ്കരിച്ച് ജീവിക്കാമെന്ന് കരുതിയവരൊക്കെ ജീവിതം പൂർത്തിയാക്കാതെ ഭൂമി വിട്ടു പോയിട്ടുണ്ട്. അങ്ങനെ അഹങ്കരിച്ചവരെയൊന്നും അധികം വാഴ്ത്തിയ ചരിത്രമില്ല. അത് ഓർമ്മ വേണം നിനക്ക്. പിന്നെ പ്രിയയുടെ കല്യാണം അത് നടത്തേണ്ടത് എന്റെ കടമയാണ്. അവൾ എന്റെ അനുജത്തിയാണ്. ഈ ജയപ്രകാശുമായിട്ടാണ് ഞാൻ അവളുടെ കല്യാണം തീരുമാനിച്ചിരിക്കുന്നത്. അത് നിനക്കറിയാലോ. ആ കല്യാണം ഞാൻ നിശ്ചയിക്കുന്ന മുഹൂർത്തത്തിൽ ഒരു കുഴപ്പവും കൂടാതെ നടത്തും. എന്തിനാ DK നിങ്ങൾ ഇങ്ങനെ ഇത്രയ്ക്ക് കഷ്ടപ്പെടാൻ പോകുന്നത്? എന്നെപ്പോലെ അവളെ മാത്രം സ്നേഹിച്ച് ജീവിക്കുന്ന ഒരാളോട് ഉള്ളപ്പോ അവളെ വേറൊരാൾക്ക് കല്യാണം വെച്ചു കൊടുക്കുന്നത് ശരിയാണോ DK? അവനൊരു ജീവപര്യന്തം വാങ്ങിക്കൊടുത്ത് ജയിലിലാക്കിയിട്ട് ഈ കല്യാണം നടത്തുന്ന വാശിയില്ല പ്രിയമോള്. വിവാഹ നിശ്ചയം ഇപ്പൊ നടത്തിവെക്കുന്നേ ഉള്ളൂ. ബാക്കിയൊക്കെ അവൻ ജയിലിൽ പോയിട്ട്
ഇതെന്റെ തീരുമാനമല്ല, പ്രിയമോളുടെ തീരുമാനമാണ്. അവളങ്ങനെ പറഞ്ഞു. ജയപ്രകാശിനോട് അവൾ അങ്ങനെയാ പറഞ്ഞത്. മേനോൻ എടുത്തിയാടി അവിവേകമൊന്നും കാണിക്കാൻ നിൽക്കണ്ട. ഓരോ കാലത്തും ഓരോ അസുരന്മാരെ നിഗ്രഹിക്കാൻ ദൈവം അവതാരങ്ങൾ എടുത്തിട്ടുണ്ട്. അതുപോലെ ഇവനെ നിഗ്രഹിക്കാനും ആരെങ്കിലും ഒരാൾ അവതാരം എടുക്കും. അത് ഉറപ്പാ മേനെ. ഒന്നുകിൽ ജയില്, അല്ലെങ്കിൽ മരണം. ആ രണ്ടിലൊന്നും അവന് കിട്ടുക തന്നെ ചെയ്യും. അങ്ങനെ സംഭവിച്ചാലും എനിക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ. മോളെ, നിനക്ക് സന്തോഷം, ഞങ്ങൾക്കോ? ഞങ്ങളുടെ കാര്യം നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിന്നെ ജയിലിലാക്കിയിട്ട് പുറത്ത് ജീവിക്കുന്ന ഞങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുമോ? സ്വന്തം മകനില്ലാതായിട്ടും രാജീവേട്ടന്റെ അച്ഛനും അമ്മയും ജീവിക്കുന്നില്ല. ഇങ്ങനെ ഭയപ്പെട്ട് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് അവനെ കൊന്നിട്ട് ജയിലിൽ പോയി സമാധാനമായിട്ട് കിടക്കുന്ന തന്നെയാ. ഈ പെണ്ണിത് എന്തൊക്കെയാ ഈ പറയുന്നത്? അവൾ അവളുടെ വിഷമം കൊണ്ട് പറഞ്ഞതാ. അപ്പോ ഇനി എന്ത് ചെയ്യും സുധേട്ടാ? ഇവള് പറയുന്നത് കേട്ട് വിവാഹ നിശ്ചയം മാറ്റിവെക്കണോ? അവള് അവളുടെ മനസ്സിലുള്ളത് പറഞ്ഞു. പക്ഷേ നമ്മൾ ആ വിവാഹ നിശ്ചയമായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അവൾ എന്തെങ്കിലും പറഞ്ഞാലും നീ അതിന് മറുപടി ഒന്നും പറയാൻ നിൽക്കണ്ട. അതവളെ കൂടുതൽ വാശിയേറ്റിയുള്ളൂ. വളരെ നയത്തിൽ വേണം അവളോട് ഇക്കാര്യത്തിൽ പെരുമാറാൻ. എങ്കിലേ നമ്മൾ വിചാരിക്കുന്നിടത്ത് കാര്യങ്ങളൊക്കെ നടക്കൂ. സമയം കൊടുത്താൽ ഈ പ്രശ്നങ്ങളെല്ലാം സ്വയം അവസാനിക്കും. ഒരിക്കലുമില്ല. വീണ്ടും ഇതെല്ലാം വഷളാക്കാൻ അവന് കൂടുതൽ സമയം കിട്ടുകയുള്ളൂ. അതുകൊണ്ട് കഴിയുന്നത്ര വേഗത്തിൽ ഈ വിവാഹം നടത്തുക വേണ്ടത്. അത് താൻ പ്രിയെ പറഞ്ഞൊന്ന് മനസ്സിലാക്കണം. ഞാൻ എത്ര പറഞ്ഞാലും അവക്കൊന്ന് തലയെ കയറണ്ടേ? അവനാശിന്റെ ശല്യം എങ്ങനെയെങ്കിലും മാറിക്കിട്ടാതെ അവൾ ഇതിനെ സമ്മതിക്കില്ല എന്നുള്ള വാശിയില്ല. അങ്ങനെ വാശി പിടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. പ്രായോഗിക ബുദ്ധിയോടെ കാര്യങ്ങൾ ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തോറ്റുപോകുന്ന എപ്പോഴാണെന്ന് അറിയോ തനിക്ക്? ഏതെങ്കിലും ഒരു കാര്യത്തിൽ പരാജയപ്പെടുമ്പോഴല്ല, എടുക്കേണ്ട സമയത്ത് കൃത്യമായ തീരുമാനം എടുക്കാതിരിക്കുമ്പോഴാ നമ്മൾ ജീവിതത്തിൽ തോറ്റുപോകുന്നത്. പ്രിയയുടെ കാര്യത്തിൽ ഇനി അത് സംഭവിക്കാൻ പാടില്ല. നമ്മളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു. ആ തീരുമാനം നടപ്പാക്കാനുള്ള സമയം മാത്രമേ ഞാൻ അവൾക്ക് കൊടുക്കൂ. അതവൾ എത്രയൊക്കെ കരഞ്ഞാലും വാശി പിടിച്ചാലും ഞാൻ ഈ കല്യാണം നടത്തുക തന്നെ ചെയ്യും. സത്യം പറഞ്ഞ ഇതുപോലൊരു ഭർത്താവിനെ കിട്ടാൻ ലോകത്തെ ഏത് പെണ്ണും കൊതിക്കും. എന്താ പറഞ്ഞേ? അത്രയ്ക്കൊന്നും പുകഴ്ത്തണ്ട. ഒരു ഭർത്താവ് എന്താണെന്ന് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് അയാളുടെ ഭാര്യയ്ക്ക് മാത്രമായിരിക്കും. അതിന് കാരണം എന്താണെന്നറിയോ? നിന്റെ കാര്യം ഞാൻ എന്നും പ്രാർത്ഥിക്കാറുണ്ട്. നിന്നെ കൊണ്ടുള്ള ശല്യം എങ്ങനെയും തീർന്നു പോണേന്ന്. അങ്ങനെ പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല എന്റെ അമ്മേ. എന്നെ കൊണ്ടുള്ള ശല്യം അങ്ങനൊന്നും തീരാൻ പോകുന്നില്ല. അതെ, ഞാൻ വന്നത് ജ്യോതിയോടൊന്ന് പേഴ്സണലായിട്ട് സംസാരിക്കാൻ. ജ്യോതി പ്ലീസ്. എനിക്ക് നിന്നോട് പേഴ്സണലായിട്ടൊന്നും സംസാരിക്കാനില്ല. എല്ലാരും കേൾക്കുന്ന മാത്രം അങ്ങ് പറഞ്ഞാ മതി, അല്ലാതെ ഒരു രഹസ്യം പറയേണ്ട കാര്യമില്ല. എന്റെ അമ്മേ, അമ്മയ്ക്കറിയാമല്ലോ, ഈ ആണുങ്ങൾ പൊതുവെ ഈഗോ കുറച്ച് കൂടുതലുള്ളവരാ. അതുകൊണ്ട് DK പറയുന്നൊന്നും അമ്മ കാര്യമാക്കി എടുക്കണ്ട. DKയുടെ വാശിക്ക് അമ്മ കൂട്ട് നിൽക്കുകയും ചെയ്യും. പിന്നെ ഞാൻ വന്നത് പ്രിയയുടെ കാര്യം പറയാനാ. ജ്യോതി, എന്റെ ജ്യോതി, അവക്ക് എന്നോട് യഥാർത്ഥത്തിൽ നല്ല സ്നേഹമുണ്ട്. പക്ഷെ നിങ്ങളെയൊക്കെ പേടിച്ചിട്ടാ അവളൊന്നും പ്രകടിപ്പിക്കാത്തത്. പാവം. ഇപ്പൊ ദേ, നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് നിർബന്ധിച്ച് അവളെ കൊണ്ട് സമ്മതിപ്പിച്ചിരിക്കുന്ന ഈ കല്യാണത്തിൽ നിന്ന് ദയവ് ചെയ്തൊന്ന് പിന്മാറണം. അതിന് കല്യാണം തീരുമാനിച്ചില്ലല്ലോ, തീരുമാനിക്കാൻ പോകുന്നതല്ലോ. ഇല്ല, എനിക്കറിയാം. പക്ഷേ ആ ചെറുക്കം വന്ന് പെണ്ണ് കണ്ടല്ലോ, ജയപ്രകാശേ. അത് കഴിഞ്ഞ് ഞാൻ അവിടെ പോയായിരുന്നു, അവനോട് സംസാരിക്കുകയും ചെയ്തായിരുന്നു. പക്ഷേ അവരൊക്കെ വലിയ വാശിയില്ല.
ഈ വാശിയൊന്നും നമുക്ക് ഗുണം ചെയ്യില്ല, ദോഷമേ ചെയ്യൂ, അല്ലേ? അതുകൊണ്ട് ജ്യോതി അവരെ പറഞ്ഞത് മനസ്സിലാക്കണം. ദയവ് ചെയ്ത് ഈ കല്യാണത്തിൽ നിന്ന് പ്രിയെന്ന് ഒഴിവാക്കി തരണം. എടാ, ഉളുപ്പില്ലേടാ നിനക്ക്? നീക്ക് ഒരു മനുഷ്യനാണോ? ഒരു പെൺകുട്ടിയുടെ ലൈഫ് വെച്ച് പന്ത് കളിക്കാൻ നിനക്ക് നാണമില്ലേടാ? നിയമം നടപ്പിലാക്കേണ്ടവരല്ലേ നീ? ആ നീ തന്നെ നിയമം ലംഘിക്കാൻ തുടങ്ങിയാലോ? അമ്മ എന്നോട് ദേഷ്യപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല. ഞാൻ ആരെയും ദ്രോഹിക്കാനോ കൊല്ലാനോ ഉപദ്രവിക്കാനോ ഒന്നുമല്ല. ഞാൻ സ്നേഹിക്കുന്ന പെണ്ണിന്റെ കാര്യം മാത്രമേ ഞാനിതുവരെ പറയാൻ വന്നിട്ടുള്ളൂ. ഹലോ ഹലോ ഹലോ, എന്റെ അനിയത്തെ കുറിച്ചാ താൻ സംസാരിക്കുന്നതെന്ന് ഓർക്കണം. ഈ ഫാമിലിയിലെ ഒരു മെമ്പറാണ് അവളും. അവളുടെ ജീവിതത്തിന് എന്തെങ്കിലും സംഭവിക്കുന്നത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. അയ്യേ, എന്ത് സംഭവിക്കാനാ? ഒന്നും സംഭവിക്കില്ല അമ്മേ. ഞാൻ അവളെ പൊന്നുപോലെ നോക്കില്ലേ? സത്യം പറഞ്ഞ ഞാൻ നിങ്ങളോട് എന്ത് ദ്രോഹം അമ്മേ ചെയ്തിട്ടുള്ളേ? നിങ്ങളെ ആരെങ്കിലും ഞാൻ ചീത്ത വിളിച്ചിട്ടുണ്ടോ? ഉപദ്രവിച്ചിട്ടുണ്ടോ? എന്നെ ഇങ്ങോട്ട് ഉപദ്രവിച്ചപ്പോ ഞാനത് പ്രതിരോധിക്കുക മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ. പ്രതിരോധം ഒരു തെറ്റാണോ അമ്മേ? എന്തു പറയുന്നു? എന്താ രണ്ടുപേർക്കും ഒരു സംശയം പോലെ? ഇല്ല, സംശയമൊന്നുമില്ല. DK ഇത് തന്നെയാ ഞങ്ങളോട് പറഞ്ഞത്. ഇനി ഇത് വെച്ച് താമസിപ്പിക്കണ്ട. നിശ്ചയം എത്രയും പെട്ടെന്ന് നടത്തണം. അതെ. വേണ്ട മോളെ, വേണ്ട. മോളിപ്പോ ഒന്നും പറയണ്ട. കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ ഞങ്ങൾ മുതിർന്നവർ ഇവിടെ ഉണ്ട്. ഇതുവരെ മോളുടെ അഭിപ്രായം അനുസരിച്ചല്ലേ കാര്യങ്ങളൊക്കെ ചെയ്തത്. ഇനി അങ്ങോട്ട് ഞങ്ങൾ തീരുമാനിക്കും. എല്ലാം മോളുടെ നല്ലതിന് വേണ്ടിയാണെന്ന് ആലോചിച്ചാൽ മതി. തീയതി തീരുമാനിച്ചോളാൻ DK പറഞ്ഞോണ്ടാ അത് എത്രയും പെട്ടെന്ന് ആകാന്ന് തീരുമാനിച്ചത്. പ്രിയ എന്തു പറയുന്നു? എനിക്ക് പ്രിയയുടെ അഭിപ്രായം കൂടി കേൾക്കണം. എല്ലാം നിങ്ങളെല്ലാവരും കൂടി തീരുമാനിച്ചില്ലേ? പിന്നെ ഞാനിനി എന്ത് പറയാനാ? പ്രിയക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. അതല്ല, കുറച്ചുകൂടെ സമയം വേണമെന്ന് അവൾ എന്നോട് പറഞ്ഞിരുന്നു. ഇനി ഒരു സമയവും കൊടുക്കാനില്ല. എത്രയും വേഗം നിശ്ചയം നടത്തുക. അത് കഴിഞ്ഞു മതി ബാക്കി തീരുമാനങ്ങളൊക്കെ. അതെ, നമ്മൾ പറയുന്നൊക്കെ ശരിയായിരിക്കാം. പക്ഷേ കല്യാണം കഴിക്കേണ്ടത് അയാളല്ലേ? അപ്പോ അയാളുടെ സമ്മതം ഇതിലേറ്റവും പ്രധാനപ്പെട്ടതാണ്. മോനെ, ഇത്രയും കാലം അവള് പറഞ്ഞനുസരിച്ച് ഞങ്ങൾ കാര്യങ്ങളെല്ലാം ചെയ്തു. പക്ഷേ അതൊന്നും ഇനി ശരിയാവില്ല. അവള് ചെയ്ത പല കാര്യങ്ങളും തെറ്റായി പോവുകയും ചെയ്തു. അതുമൂലം പിന്നീട് വേറെയും കുഴപ്പങ്ങളുണ്ടായി. ഇനി അതൊന്നും ആവർത്തിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. അങ്കിളെ, അതൊക്കെ ശരിയാ. പക്ഷേ നമ്മൾ അയാളുടെ മാനസികാവസ്ഥ കൂടി കണക്കിലെടുക്കണം. ഇത്രയും ദുരിതവും സങ്കടമൊക്കെ അനുഭവിച്ച ആളാണ്. ചെറിയൊരു സമയം കൊണ്ട് ഇത്രയും സങ്കീർണമായ ജീവിത സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നുപോയ ആളാ. അയാളുടെ മനസ്സ് നേരെയായിരിക്കില്ല ഇപ്പൊ. അതൊന്നും നേരെയാവാൻ അയാൾക്ക് കുറച്ച് സമയം വേണമെന്ന് പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. നീ അതൊന്നും ഇപ്പൊ ആലോചിക്കണ്ടേ. ഞങ്ങള് പെണ്ണുങ്ങളെല്ലാം ഇങ്ങനെയൊക്കെ തന്നെയാ. പക്ഷേ ഞങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. ഏത് സാഹചര്യത്തോടും പെട്ടെന്ന് ഇണങ്ങാനും പൊരുത്തപ്പെടാനും ഒരു സ്ത്രീക്ക് പറ്റും. ആണുങ്ങൾക്ക് ചിലപ്പോ പറ്റില്ലെന്ന് വരും. അവളുടെ എതിർപ്പൊക്കെ നിശ്ചയം കഴിയുന്നതോടുകൂടി അങ്ങ് മാറിക്കോളും മോനെ. ഒരു സ്ത്രീക്ക് വേണ്ടത് തന്നെ തന്നെക്കുറിച്ചുള്ള മറ്റൊരാളുടെ കരുതലും സ്നേഹവും വിശ്വാസവുമാണ്. നേരം വെളുത്തിട്ട് കുളിച്ചാ പോരെ അമ്മ? അത് പറ്റില്ല. അമ്മ പറയുന്ന സമയത്ത് തന്നെ കുളിക്കണം. നിനക്ക് കുളിക്കാൻ വയ്യെങ്കിൽ അതങ്ങ് പറഞ്ഞാ മതി. എന്നാ പിന്നെ ഞാൻ വ്രതം എടുക്കുന്നില്ല. എനിക്ക് വെളുപ്പിന് കുളിക്കാൻ വയ്യ. അയ്യടാ, അങ്ങനെ പറഞ്ഞാ പറ്റില്ല. എല്ലാരും വെളുപ്പിന് എഴുന്നേറ്റേ പറ്റൂ. അമ്മേ, ദേ താരേച്ചി അങ്ങനെ വെറുതെ വിടരുത്. എല്ലാവരും മടിച്ചികളാണെന്നൊക്കെ എനിക്കറിയാം. പക്ഷെ തിരുവാതിര ദിവസം എല്ലാവരും വെളുപ്പിന് എഴുന്നേറ്റ് കുളിച്ച് ഈ ഭഗവാന്റെ മുന്നേ വന്ന് നിന്ന് തൊഴുത് പ്രാർത്ഥിച്ചേ പറ്റൂ. അതെനിക്ക് നിർബന്ധമാണ്. അപ്പൊ നമ്മൾ
നമ്മൾ എന്താ കഴിക്കുന്നത്? തിരുവാതിര ദിവസം കഴിക്കേണ്ടതിനൊക്കെ ഒരു ചിട്ടയുണ്ട് അല്ലേ അമ്മേ? തിരുവാതിര ദിവസം എട്ടങ്ങാടി വെച്ച് കഴിക്കണം. എന്താ എട്ടങ്ങാടിയോ? അതെന്ത് സാധന? അതൊക്കെ വഴിയെ പറഞ്ഞു തരാം. എട്ടങ്ങാടി വെച്ച് കഴിക്കുന്നത് മാത്രമല്ല, ഒരു നേരം മാത്രമേ അരി ആഹാരം കഴിക്കാൻ പാടുള്ളൂ. ബാക്കി 2 നേരവും തിരുവാതിര പുഴുക്കുണ്ടാക്കി കഴിക്കണം. തിരുവാതിര പുഴുക്കോ? അതെന്ത് സാധന? താരേ, തിരുവാതിര ദിവസം കിഴങ്ങുവർഗ്ഗങ്ങൾ പുഴുങ്ങി അത് ആഹാരമായിട്ട് കഴിക്കണമെന്നാണ് ശാസ്ത്രം. അങ്ങനെ പല ആചാരങ്ങളും ഉണ്ട്. അതൊക്കെ ഓരോന്നായി വഴിയെ പറഞ്ഞുതരാം. ഇത് ശിവന്റെ കഴുത്തിലിരിക്കുന്ന കാളകൂട വിഷത്തേക്കാൾ വലുതാണല്ലോ അമ്മ. ഇനി ആവശ്യമില്ലാത്ത സംശയം ചോദിച്ചാൽ തിരുവാതിര പുഴുക്കുണ്ടാക്കി ചൂടോടെ നിന്റെ വായിൽ വെച്ചെറിഞ്ഞ്. എന്തിനാ താരേച്ചി എല്ലാത്തിനും സംശയം ചോദിക്കുന്നത്? നമ്മുടെ വീട്ടിലൊരു നല്ല ചടങ്ങ് വരുമ്പോ എല്ലാരും കൂടി ഭക്തിപൂർവ്വം അതങ്ങ് ആഘോഷിച്ച പോരെ? എത്ര ഭക്തിപൂർവ്വം ആഘോഷിച്ചാലും എനിക്ക് ഇത്തിരി മീനില്ലാതെ ചോറ് ഇറങ്ങില്ലെന്ന് അറിഞ്ഞൂടെ ചിത്ര? അതെ, ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ ഒരു കാര്യം ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുക. ആദ്യം നിങ്ങളിൽ ആരാണോ ഒരു കുഞ്ഞിനെ ഡെലിവറി ചെയ്ത് തരുന്നവർക്ക് അവർക്ക് ഞാനൊരു ബമ്പർ സമ്മാനം നൽകും. അത് മറക്കണ്ട. എന്ത് സമ്മാനാണെന്ന് അമ്മ ഇതുവരെ പറഞ്ഞില്ലല്ലോ. സമ്മാനം എന്താണെന്ന് ഞാൻ ഇപ്പൊ പറയത്തില്ല. പക്ഷെ അത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സമ്മാനത്തെക്കാളൊക്കെ വളരെ വലുതായിരിക്കും. മൈ ലിറ്റിൽ കണ്ണ, എത്രയും പെട്ടെന്ന് ഇവരാരെങ്കിലും എനിക്ക് ഒരു ബേബി ഡെലിവറി ചെയ്ത് തരാൻ നീ ഒന്ന് അനുഗ്രഹിക്കണേ. അമ്മയ്ക്ക് ഇതല്ലാതെ വേറൊന്നും പറയാനില്ലേ? അപ്പുറത്തെ മുറിയില് ശ്രീയേട്ടന്റെ കൂടെ പോയി കിടന്ന് ഉറങ്ങിക്കോണം. വേണമെങ്കിൽ ആ ബാലുവിനെ വിളിച്ചോ. ചിത്ര ഞങ്ങൾ ഇങ്ങോട്ട് കൂട്ടിക്കോളാം. എന്റെ പൊന്നു താരെ, നീ വെറുതെ നാണക്കേടുണ്ടാക്കി വെക്കല്ലേ. വ്രതം മുടങ്ങൂന്ന് പറഞ്ഞ് ഈ പ്ലാൻ നീ ആരോടെങ്കിലും പറഞ്ഞ പിന്നെ നിന്നെ എന്നെയും കളിയാക്കി കൊല്ലും അവര്. അത് സാരമില്ല, എന്തായാലും ഞാൻ തീരുമാനിച്ചതേ നടക്കുള്ളൂ. താരേ, പിന്നെ താരേ, മായച്ചി, ഞാൻ ചെന്ന് കാര്യം പറയട്ടെ. താരേ, മായച്ചി, നമുക്ക് പെണ്ണുങ്ങൾക്കേ ഇന്ന് ഈ റൂമിൽ കിടക്കാം. ഗോകുല് ശ്രീയേട്ടന്റെ അടുത്തേക്ക് ചെല്ലട്ടെ. നാളെ തിരുവാതിര വ്രതം എടുക്കാനുള്ളതല്ലേ. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? ഇത് ചേച്ചിയുടെ ഐഡിയ ആണോ? ശരിയല്ലേ? അതല്ലേ നല്ലത്? എന്റെ മായച്ചി, വെറുതെ നാണക്കേടുണ്ടാക്കി വെക്കില്ലേ. വ്രതം മുടങ്ങുന്ന് പറഞ്ഞ് ചേച്ചി ഈ പ്ലാൻ ആരോടെങ്കിലും പറഞ്ഞോണ്ടല്ലോ ചേച്ചി ശ്രീയേട്ടനെ കളിയാക്കി കൊല്ലെല്ലാരും. അയ്യേ, ഇത്രയ്ക്കൊക്കെ മനസാന്നിധ്യം ഇല്ലാത്ത ആൾക്കാരുണ്ടോ ഭൂമിയില്? എനിക്കറിയില്ല. ശരി മായച്ചി, ഗുഡ് നൈറ്റ്. അതിന് ഇപ്പൊ എടുത്ത ഈ തീരുമാനം തന്നെയാ നല്ലത്. ഇതിൽ ഉറച്ചു നിൽക്കണം, ഇനി പിന്മാറരുത്. ചേച്ചി, ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഈ കല്യാണം നടക്കണമെന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് അവിനാഷ് ജയിലിലായിരിക്കണം. അത് രാജീവിനെ പോലെ അല്ല ജയപ്രകാശ്. കുറച്ചുകൂടെ ധൈര്യവും പക്വതയും ഒക്കെ ഉണ്ട്. അതുമാത്രമല്ല, അവൻ വക്കീലല്ലേ. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ പിന്നെ പഴയതുപോലെ അവിനാശ് നിങ്ങളെ ശല്യപ്പെടുത്താൻ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ഇനി കണ്ടറിയാം. എന്തായാലും ഞാനിപ്പോ എല്ലാം ദൈവത്തിന് വിട്ടുകൊടുത്തിരിക്കുക ചേച്ചി. എല്ലാം ഭംഗിയായിട്ട് തന്നെ നടക്കും, നീ വിഷമിക്കേണ്ടെന്നേ. സമാധാനായിട്ട് കിടന്നുറങ്ങിക്കോ. ഗുഡ് നൈറ്റ്. ശരി ചേച്ചി, ഗുഡ് നൈറ്റ്. എന്തിനാ സാറേ ടെൻഷൻ? സാർ ഇതൊന്ന് പിടിപ്പിച്ചേ.
സാർ ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യമില്ല. പ്രിയ മേഡത്തിന് സാറിന് വേണ്ടെങ്കിൽ പിന്നെ അതിന്റെ പിന്നാലെ നടന്നിട്ട് ഒരു കാര്യമില്ല. എന്നാലും പറഞ്ഞു അങ്ങനെ എന്നെ വേണ്ടെന്ന് പറയാൻ നമുക്ക് പറ്റുവാടാ. അവളെ കൊണ്ട് എന്നെ സാധിക്കില്ല. ഇതിപ്പോ അവളെ കൊണ്ട് എല്ലാവരും കൂടെ ഫോഴ്സ് ചെയ്ത് സമ്മതിപ്പിച്ചതാ. എന്നാ പിന്നെ സാർ മാഡത്തിനൊന്ന് വിളിച്ചു നോക്കി. ഇഷ്ടമില്ലാതെയാണ് സമ്മതിപ്പിച്ചെങ്കിൽ എല്ലാം കളഞ്ഞിട്ട് പോരാൻ പറ സാർ. നിനക്ക് സംശയമുണ്ടോ അവക്ക് എന്നോട് ഇഷ്ടമുണ്ട് എന്ന കാര്യത്തിൽ? കേൾപ്പിച്ചുതരാം. ഇപ്പൊ കേൾപ്പിക്കാം. എന്താ സാറേ ഈ രാത്രിയില് എന്റെ ഭാര്യയെ വിളിക്കാൻ എനിക്ക് രാത്രിന്നോ പകലെന്നോ നോക്കേണ്ട കാര്യമുണ്ടോ? ഭാര്യയോ? ആരുടെ ഭാര്യ? ദേ മേല അവകാശവും പറഞ്ഞോണ്ട് എന്റെ പിന്നാലെ വന്നേക്കരുത്, മനസ്സിലായോ? ചുമ്മാ എന്റെ വിവാഹം തീരുമാനിച്ചിരിക്കുവാ. ഇനി എങ്ങാനും എന്നെ ശല്യപ്പെടുത്താൻ വന്നാ അത് ശരി. ഇതിപ്പോ ജയപ്രകാശിനെ കല്യാണം കഴിക്കാൻ തന്നെ എന്റെ മോള് തീരുമാനിച്ചു. പിന്നല്ലാതെ എനിക്ക് ജയപ്രകാശിനെ നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു. പോരാത്തതിന് ഒരു അഡ്വക്കേറ്റും കൂടിയല്ലേ. അതുമാത്രമല്ല, രാജീവിന്റെ കേസ് വാദിക്കുന്നതും ജയപ്രകാശ് ആണല്ലോ. അപ്പൊ പിന്നെ എനിക്ക് വക്കീൽ ഫീസും കൊടുക്കണ്ട. അത് ലാഭം. എല്ലാം കൂടി നോക്കിയപ്പോഴേ ജയപ്രകാശിനെ തന്നെ കല്യാണം കഴിക്കുന്നതാ നല്ലതെന്ന് എനിക്കും തോന്നി. ഈ കല്യാണം നടക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ പ്രിയ? ആരൊക്കെ എതിർക്കാൻ ശ്രമിച്ചാലും ഈ കല്യാണം നടക്കും. പിന്നെ രാജീവിനെ ഇല്ലാതാക്കിയതുപോലെ ജയപ്രകാശിനെ ഇല്ലാതാക്കാന്നുള്ള വിചാരമൊന്നും വേണ്ട. നിങ്ങളെ ഒരു സാധാരണ പോലീസുകാരനാ. പക്ഷേ പോലീസുകാരനെ പോലും കോടതിയിൽ കയറ്റി നിർത്തി ചോദ്യം ചെയ്യുന്ന വക്കീല ജയപ്രകാശ്. അത് മറക്കണ്ട. കല്യാണത്തിന്റെ തീയതി സ്ഥലം ഞാൻ അങ്ങോട്ട് അറിയിക്കാം. വരാൻ പറ്റിയാല് നിങ്ങൾക്ക് വരാം. പക്ഷേ അതിന് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ സമയത്ത് നിങ്ങൾ ചിലപ്പം ജയിലിലായിരിക്കും. അത് ശരിയാ. ഭാര്യ വീട്ടുകാരോട് സാധാരണ മരുമക്കൾക്കൊക്കെ പുച്ഛമായിരിക്കും. ഇവൻ അങ്ങനല്ല. ഇന്നുവരെ നമ്മളോട് ആരോടും മോശമായിട്ട് ഒരു വാക്കുപോലും അവ സംസാരിച്ചിട്ടില്ല. പണം കൊണ്ടും പദവി കൊണ്ടും നമ്മളെക്കാളും എത്രയോ ഉയരത്തിൽ അമരാവതിയിലുള്ളവര്. ആ മരുമക്കളുടെ ഭാഗത്തുനിന്ന് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അമ്മയും മോനും അവര് തനി തങ്കവാ. കഴിഞ്ഞ തവണ ഉത്സവത്തിന് വന്നപ്പോ തന്നെ നമുക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ അവർ ചെയ്തത്. നമ്മുടെ ഈ വീടിന്റെ കടം തീർത്ത് ആധാരം തിരിച്ചെടുത്ത് തന്നില്ലേ? മാത്രോ എന്തെല്ലാം കാര്യങ്ങളിൽ അവനൊപ്പം നിന്നു. നീ പറഞ്ഞ ശരിയാ. ഒരാൺകുട്ടിയില്ലാത്ത വിഷമം മാറിയത് അവൻ വന്നപ്പോഴാ. അന്ന് ഉത്സവ സ്ഥലത്ത് നമ്മളെ അപമാനിക്കാൻ വന്നവരെയൊക്കെ അവൻ നിലക്കിർത്തിയില്ലേ? ഇപ്പൊ എന്നോട് എന്തോരു ബഹുമാനോ എല്ലാവർക്കും. ആ അടുത്ത ഉത്സവത്തിന് അവനെ മുന്നിൽ നിർത്തി ഉത്സവം നടത്തണമെന്നാ കമ്മിറ്റിക്കാര് പറയുന്നത്. അതിരിക്കട്ടെ, നീ അവളോട് സംസാരിച്ചോ? പ്രിയമോളോട്? അവൾക്ക് പേടിയൊന്നുമില്ലല്ലോ, ഉണ്ടോ? അവൾക്ക് പേടിയൊക്കെ ഉണ്ട്. പക്ഷെ അവളത് പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. അതെ, നിശ്ചയത്തിന് അവളിപ്പോ സമ്മതിച്ചു എന്ന് കരുതി കല്യാണത്തിനുടനെ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വേണ്ട, കല്യാണത്തിനുടനെ സമ്മതിക്കണ്ട. അത് കുറച്ചു കഴിഞ്ഞാൽ മതി. അവള് പറയുന്ന പോലെ അവിനാശിന് ശിക്ഷ കിട്ടി ജയിലിൽ പോയതിനു ശേഷം മാത്രം കല്യാണം തീരുമാനിച്ചാൽ മതി. ഇപ്പൊ അങ്ങനെയാ എനിക്കും തോന്നുന്നത്. എങ്കിലേ അവൾക്കും ജയപ്രകാശിനും സമാധാനത്തോടെ ജീവിക്കാൻ പറ്റും. ആ കേസ് വാദിക്കുന്ന ജയപ്രകാശ് ആയതുകൊണ്ട് പരമാവധി ശിക്ഷ അവിനാശിന് വാങ്ങിച്ചു കൊടുക്കാൻ അവൻ ശ്രമിക്കുകയും ചെയ്യും. അങ്ങനെയൊക്കെ സംഭവിച്ചാ മതിയായിരുന്നു. ആ കാലം ജയിലിൽ പോയിരുന്നെങ്കിൽ എന്റെ കൊച്ചിനൊന്ന് സമാധാനത്തോടെ ജീവിക്കായിരുന്നു. ഡീക്കെ പോലെ തന്നെയാ ജയപ്രകാശും. നല്ല മനസ്സുള്ളവനാ അല്ലേ? പരീക്ഷണങ്ങൾ എത്രയൊക്കെ നടത്തിയാലും ദൈവം അവസാനം വെളിച്ചത്തിന്റെ ഒരു തുരുത്ത് നമുക്ക് കാണിച്ചു തരും. ഇതും അങ്ങനെയാണെന്ന് കരുതിയാൽ മതി. എന്തായാലും ആദ്യം നിശ്ചയം നടക്കട്ടെ.
ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം. അതുകൊള്ളാലോ. ഞാനാണോ വ്രതം എടുക്കേണ്ടത്? തിരുവാതിര വ്രതം എടുക്കേണ്ടത് നീയല്ലേ? എന്നിട്ടേ മതി മതി ഉറങ്ങിയത്. എണീറ്റേ വേഗം. എന്തുവാ? ആഹാ, അത് കൊള്ളാലോ. എണീക്കടി, എണീക്കിങ്ങോട്ട്. അതെ, അമ്മയോട് വ്രതം എടുക്കാൻ നേരത്തെ നീയല്ലേ, ഞാനല്ലല്ലോ. മര്യാദയ്ക്ക് എന്നിട്ട് താഴേക്കല്ലേ. ഇനി കിടന്നു ഇനി ഇത് ശരിയാക്കി തരാം. മതി മതി ഉറങ്ങിയത്. പോയി പോയി കുളിക്ക്. പോ. ഓ, ഈ വെളുപ്പിന് കുളിക്കാനോ? എനിക്ക് വയ്യ, ഭയങ്കരമായിട്ട് തണുക്കുന്നു. കുറച്ചേരും കൂടെ കിടക്കട്ടെ. എഴുന്നേക്ക്. ഹീറ്റർ കംപ്ലൈന്റാ. ഒന്നും പറഞ്ഞാ പറ്റില്ല. ഇങ്ങോട്ട് എഴുന്നേറ്റെ. റെഡിയാക്കി. എനിക്ക് തണുക്കുന്നു. ഒരു 5 മിനിറ്റ്. ഒരു 5 മിനിറ്റും വേണ്ട. ചെല്, റെഡിയാക്കി. ചെല്. എന്തൊരു തണുപ്പായത്. എനിക്ക് തണുത്തിട്ട് സഹിക്കാൻ വയ്യേ. ഇത്രയ്ക്ക് തണുപ്പായിരുന്നെങ്കിൽ താനെന്തിനാ വ്രതം എടുക്കാൻ നേറ്റത്? തനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞൂടായിരുന്നോ? അതെങ്ങനെ പറയുന്നേ? തിരുവാതിര മഹാത്മ്യം ലോഡ് കണക്കിനല്ലേ അമ്മ വിളമ്പിയത്. എന്നിട്ട് എല്ലാവരും 4 മണിക്ക് തന്നെ കുളിച്ച് റെഡിയാ ചെല്ലണമെന്ന് ഉത്തരവ് വിട്ടു. അമ്മയുടെ ഉത്തരവ് ലംഘിക്കാൻ പറ്റില്ലല്ലോ. ഗോകുലേട്ടൻ വന്നേ, ഈ മുടി ഒന്ന് അഴിച്ചു തോർത്തി തന്നെ. പാർവതി പരമേശ്വരന്മാരുടെ ലൗവിന്റെ പരമാത്മ ഭാവമാണ് അർദ്ധനാരീശ്വര സങ്കല്പം എന്ന് പറയുന്നത്. ഇത്രയേറെ പാർവതിക്ക് പരമേശ്വരനെ ഇഷ്ടമായിട്ടും പരമേശ്വരൻ പാർവതിയെ ഒരുപാട് തവണ പരീക്ഷിച്ചിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. എന്നിട്ടും ഈ പാർവതി എങ്ങനെ പരമേശ്വരനെ നേടിയത്? ആ കഥ ഞാനും കേട്ടിട്ടുണ്ട്. പരമശിവനെ മാത്രമേ വിവാഹം കഴിക്കൂ എന്ന വാശിയോടെയാണ് പാർവതി ദേവി ജീവിച്ചത്. സ്നേഹം അറിഞ്ഞിട്ടും ഒരുപാട് തവണ പരമശിവൻ പാർവതി ദേവിയുടെ സ്നേഹത്തെ പരീക്ഷിച്ചു. പക്ഷേ എല്ലാ പരീക്ഷണത്തിലും പാർവതി ദേവി തന്നെ ജയിച്ചു. അതാ പെണ്ണുങ്ങളുടെ മിടുക്ക്. മിടുക്കൊണ്ടല്ല, ഭക്തി കൊണ്ടു, സ്നേഹം കൊണ്ടു. അങ്ങനെയാണ് പാർവതി ദേവി വിജയിച്ചത്. അതായത് ദൃഢമായ തപസ്സിൽ ശിവന് ഭർത്താവായി കിട്ടണമെന്നുള്ള ഒറ്റ പ്രാർത്ഥനയിൽ പാർവതി ദേവി തപസ്സിൽ മുഴുകി. ഒടുവിൽ തപസ്സിലൂടെ തന്നെ പാർവതി ദേവി ശിവനെ നേടി. അർദ്ധനാരീശ്വരൻ എന്ന് പറഞ്ഞ പകുതി പുരുഷനും പകുതി സ്ത്രീയും ചേർന്നതല്ലേ? ആ കഥ എന്താ അമ്മേ? പാർവതി ദേവിയുടെ തപസ്സിൽ സംപ്രീതനായ ശിവനെ പാർവതി ദേവിക്ക് തന്റെ അർത്ഥാംഗത്തെ കൊടുത്തു എന്നാണ് യഥാർത്ഥത്തിൽ ഐതിഹ്യം പറയുന്നത്. അർത്ഥാംഗം എന്ന് പറയുന്നതേ പകുതി സ്ത്രീയും പകുതി ഈശ്വരനുമാ. ഓരോ കുടുംബത്തിനും ഓരോ സങ്കല്പമാ വേണ്ടത്. അമ്മ എന്താ പറഞ്ഞത്? ഓരോ കുടുംബത്തിലും ഈ സങ്കല്പം വേണമെന്നോ? എന്ന് പറഞ്ഞ ഭാര്യമാരൊക്കെ തപസ് ചെയ്യണമെന്നാ? അതല്ല താരേ അമ്മ പറഞ്ഞതിന്റെ അർത്ഥം. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ദാമ്പത്യ ജീവിതത്തിന്റെ അടിത്തറയിലും ബന്ധത്തിലുമാണ് ഈ വിശ്വാസം. ബഹുമാനൊന്നും വേണ്ട. ഇവിടെ നീ പേടിച്ചുപോയോ? നല്ല രസമുണ്ട് ഈ വേഷത്തിൽ കാണാൻ. അതിരാവിലെ ഒന്ന് കുളിച്ച് തലയിൽ ഒരു തോർത്തൊക്കെ ചുറ്റി കൊള്ളാം. മൊത്തത്തില് ആകെ ഒരു വീട്ടമ്മയുടെ ഭാവം. നല്ല വീട്ടമ്മയാവാനുള്ള തയ്യാറെടുപ്പില്ല. ഇത് പറയാൻ വേണ്ടിയാണോ രാവിലെ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? ഇതാണെങ്കിൽ ഒന്ന് ഫോണിൽ വിളിച്ച് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. ഫോണിൽ വിളിച്ച ഈ കാഴ്ച കാണാൻ പറ്റുമോ? അല്ല, അച്ഛനമ്മയൊക്കെ എവിടെ? എനിക്ക് അവരോട് സംസാരിക്കാനുള്ളത്. അവരിവിടെ ഇല്ല. എവിടെ പോയി?
അവര് അമ്പലത്തിൽ പോയിരിക്കോ? ഓ അത് ശരി. അപ്പൊ അവ ഇവിടെ ഇല്ല അല്ലേ? അപ്പോ ഞാൻ വന്ന സമയം ഏതായാലും കൊള്ളാം. അവളും നീയും തമ്മിലുള്ള രഹസ്യ ഇടപാടുകളൊക്കെ കുറച്ചൊക്കെ എനിക്കറിയാം. അത് മര്യാദയ്ക്ക് നിർത്തിക്കോ, അതാണ് നിനക്ക് നല്ലത്. ഇന്നലെ രാത്രി അവൾ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷേ ഇനി ഒരു തവണ കൂടി അവൾ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് വരില്ല. പറഞ്ഞേക്ക്. അവളുടെ ഒരു പർദ്ദയും കമ്പിവടി. തീരെ പ്രതീക്ഷിക്കാത്ത ആക്രമണം ആയതുകൊണ്ട് ഞാനൊന്ന് പതറിപ്പോയി. പക്ഷേ ഇനി എന്റെ കൈ കിട്ടിയാ പിന്നെ അവള് ജീവനോടെ അവിടുന്ന് പോവില്ല. ഒന്ന് പറഞ്ഞേരും കൂട്ടുകാരോട്. ഇതൊക്കെ നിങ്ങൾ അവളോട് നേരിട്ട് പോയി പറഞ്ഞാ മതി. നിങ്ങളുടെ പഴയ ഭാര്യയല്ലേ. വേണമെങ്കിൽ ഇനിയും അവളെ തിരിച്ചു വിളിച്ചോണ്ട് വരാനുള്ള സമയമുണ്ട്. 2 പേർക്കും കൂടി സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്യാം. എന്താ പ്രിയ നീ പറയുന്നതൊക്കെ? അവളെ ഇനി എന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനോ? എത്ര കഷ്ടപ്പെട്ടിട്ട് അവളെ എന്റെ ജീവിതത്തിൽ നിറക്കി വിട്ടെന്ന് നിനക്കറിയാമോ? എന്നിട്ട് ഇനിയും ഞാൻ അവളെ തിരിച്ചു കൊണ്ടുവരണം പോലും. കൊള്ളാം. തമാശ പറയല്ലേ എന്റെ പ്രിയ. എനിക്കിനി എന്റെ ജീവിതത്തില് നീ മാത്രം മതി. നീ മാത്രം. അതൊരിക്കലും നടക്കാത്ത കാര്യവാ. എന്റെ വിവാഹം തീരുമാനിച്ചു. കല്യാണ നിശ്ചയത്തിന് തീയതി തീരുമാനിക്കാനാ അച്ഛനും അമ്മയും കൂടി പോയിരിക്കുന്നെ. ആണല്ലേ? അപ്പൊ അച്ഛനും അമ്മയും കൂടെ ജോത്സ്യനെ കാണാൻ പോയിരിക്കുക? അതെ, ജോത്സ്യനെ കാണാൻ പോയത് തന്നെയാ. എന്താ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇനി ആർക്ക് എന്ത് കുഴപ്പമുണ്ടായാലും എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ ജയപ്രകാശിനെ കല്യാണം കഴിക്കാൻ തന്നെ തീരുമാനിച്ചു. ഞങ്ങൾ നല്ല അന്തസ്സായിട്ട് ജീവിക്കുകയും ചെയ്യും. എടേ, നിന്റെ അച്ഛനോടും അമ്മയോടും പറഞ്ഞേക്കണം, കല്യാണത്തിനുള്ള മുഹൂർത്തമൊക്കെ നോക്കിക്കോട്ടെ. നടക്കേണ്ടത് നീയും ജയപ്രകാശും തമ്മിലല്ല, നമ്മള് തമ്മില. ഇല്ലെങ്കിലേ ഇവിടെ ശവം വീഴും. വീഴ്ത്തും ഞാൻ. പഴയതുപോലെ നിന്നെ തല്ലാനോ ഭീഷണിപ്പെടുത്താനോ ഉപദ്രവിക്കാനോ വന്നതല്ല ഞാൻ. ഇതൊന്ന് പറഞ്ഞിട്ട് പോവാൻ വന്നതാ. ഈ നിശ്ചയം നടന്ന ഉറപ്പായി മുറ്റത്തൊരു ശവം വീഴും. അത് നിന്റെ തന്തയാവാതിരിക്കാൻ നീ പ്രാർത്ഥിച്ചോ. പോട്ടെ, കാണാം. അപ്പൊ ശരി. അല്ല, എന്താ ഇവിടെ? എവിടെ? ഈ പച്ചക്കറിക്കടയുടെ മുന്നിലെ. പച്ചക്കറിക്കട സ്വർണം വാങ്ങാൻ പറ്റില്ലല്ലോ, പച്ചക്കറി വാങ്ങാൻ. അല്ലാതെ DK പച്ചക്കറി വാങ്ങാൻ വന്നൂന്ന്. ഓഹോ, അത്ഭുതം തന്നെ. ഒരു അത്ഭുതം വേണ്ട, ഞാനൊരു സാധാരണ മനുഷ്യനാ. ഇന്ന് ഈ കാറും പത്രാസൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. ഇതിനു മുൻപ് മണ്ണിൽ ചവിട്ടി കിടന്ന ഒരു സാധാരണ ആള് മാത്രമാണ് ഞാൻ. എനിക്കിതൊന്നും ഒരു പുതുമയുള്ള കാര്യമല്ല. ഓ, അങ്ങനെ. പിന്നെ കല്യാണത്തിന് തീയതി കുറിക്കാൻ പോയതൊക്കെ ഞാൻ അറിഞ്ഞു. ഓ, അറിഞ്ഞായിരുന്നോ? അപ്പൊ ഇനി അറിയിക്കേണ്ട കാര്യമില്ലല്ലോ. സന്തോഷായില്ലേ? ഇനി കാര്യങ്ങളൊക്കെ തടസ്സമില്ലാതെ മുന്നോട്ട് പോകാമല്ലോ അല്ലേ? പരിഹാസിച്ചതാണല്ലേ? ഏഹേ അല്ല, ഞാൻ സത്യസന്ധമായ കാര്യം പറഞ്ഞ. കല്യാണ തീയതി കുറിക്കാൻ പോയി എന്ന് നീ അറിഞ്ഞല്ലോ. അപ്പൊ പിന്നെ ഇനി നിന്റെ ഭാഗത്തുനിന്ന് ഒരു തടസ്സം ഉണ്ടാവരുത്. തടസ്സമേ ഉണ്ടാവൂ. ഇത് നടക്കില്ല DK. ഈ കല്യാണവും ഞാൻ മുടക്കും. ഒരിക്കൽ രാജീവിന്റെ ജീവൻ എടുത്തുകൊണ്ട് നീ വിജയിച്ചു. പക്ഷേ ഇത് മുടക്കാൻ നിന്നെ കൊണ്ട് ഈ ജന്മത്ത് സാധിക്കില്ല. അങ്ങനെ പറയല്ലേ DK. മുടക്കണമെന്ന് വെച്ചാ ഞാൻ മുടക്കിയിരിക്കും. എന്നാ നീ ഒന്ന് ശ്രമിച്ചു നോക്ക്. 2 കാലിൽ നിവർന്ന് നിൽക്കില്ല നീ. നിന്റെ മുട്ടിന്റെ ചിരട്ട ഞാൻ തല്ലിപ്പൊട്ടിക്കും. കാണാം നമുക്ക്. സാറേ, എല്ലാം എടുത്തിട്ടുണ്ട്. വണ്ടിയിലോട്ട് വെക്കട്ടെ? ആയിക്കോട്ടെ.
കലിപ്പില്ല. അപ്പൊ ശരി, പോട്ടെ. അയ്യോ, പോവാണോ? ഇന്ന് തിരുവാതിരയല്ലേ? ഇന്നത്തെ ദിവസം ഞാൻ നിന്നെ തല്ലി എന്റെ കൈ നാറ്റിക്കുന്നില്ല. പക്ഷേ ഒന്നുകിൽ നിന്റെ ജീവൻ, അല്ലെങ്കിൽ മരണത്തിന് തുല്യം. ഈ കല്യാണം മുടക്കാൻ നീ ശ്രമിച്ചാൽ ഞാനത് ചെയ്തിരിക്കും. കൊള്ളാമല്ലോ ആന്റി, ഇതെന്തായാലും നന്നായി. ഇനിയിപ്പോ ഞാനങ്ങോട്ട് പോകണ്ടല്ലോ അല്ലെങ്കിലേ. അല്ലെങ്കിലും എന്റെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്നതില് നിങ്ങൾ എപ്പോഴും ഒരു പ്രത്യേക മിടുക്ക് തന്നെ കാണിക്കുന്നുണ്ട്. അതെ, നിങ്ങൾ രണ്ടുപേരും നല്ല മിടുക്കൻ. വധു പ്രിയംവദ, അശ്വതി നക്ഷത്രം. അയ്യേ, ജയപ്രകാശ് തൃക്കേട്ട നക്ഷത്രം. ഇത് രണ്ടും അങ്ങോട്ട് ചേരുന്നില്ലോ അങ്കിളെ. എന്തിനാങ്കിളെ ഇങ്ങനെ ചേരാത്തവരെ ചേർക്കാൻ നടക്കുന്നത്? ഞങ്ങളുടെ മകളുടെ വിവാഹ നിശ്ചയത്തിന്റെ മുഹൂർത്തം ഞങ്ങൾ കുറിച്ചിട്ടുണ്ട്. അത് ചേരുന്നത് തന്നെ. അത് നീയായിട്ട് തിരുത്താൻ നിൽക്കണ്ട. അതെന്ത് വർത്തമാനാങ്കിളെ പറയുന്നു? ഇത്രയും നാൾ അവളെ സ്നേഹിച്ചിരുന്ന ഞാനല്ലേ, പൊന്നുപോലെ. അപ്പൊ പിന്നെ പ്രിയയുടെ വരന്റെ സ്ഥാനത്ത് എന്റെ പേരും നക്ഷത്രമല്ലേ വരേണ്ടത്? അവിനാഷ് ചിത്തിര നക്ഷത്രം അല്ലേ? എന്തൊരു ചേർച്ച. തൽക്കാലം ഇത് നമുക്ക് വേണം. എന്ത് പോക്കത്തിലാണോ നീ കാണിച്ചത്? പന്ന കിളവ, എന്നെ തടഞ്ഞിട്ട് തന്റെ മകളെ വേറെ വല്ലവനും കെട്ടിച്ചു കൊടുക്കാനുള്ളൊരു വിചാരമുണ്ടെങ്കിൽ അതങ്ങ് മാറ്റിവെച്ചേക്ക്. അവൾ എന്റെ പെണ്ണ, എന്റെ ഭാര്യയാണ് അവള്. കൂടുതൽ കളിച്ചാലുണ്ടല്ലോ, നിന്റെ മകൾ എന്റെ കൂടെ കഴിഞ്ഞവളാണെന്ന് ഞാനങ്ങ് വിളിച്ച് പറയും കെട്ടാൻ പോകുന്ന മറ്റവനോട്. അതോടെ തീരും നിന്റെ ആലോചനയും കല്യാണം എല്ലാം. എന്താണോ ഇത്? എന്താണോ വഴി കിടന്ന് ബഹളം വെക്കുന്നത്? ഒന്നുമില്ല, ഇത് ഞങ്ങളുടെ കുടുംബ പ്രശ്നമാണ്. എന്റെ അമ്മായച്ചനും അമ്മായിമ്മയാ. നിങ്ങൾ വിട്ടോ, ഇതിപ്പോ ഞാൻ നോക്കിക്കോളാം. ചേട്ടാ, ഇത് കുടുംബ പ്രശ്നമാണ്, നമുക്ക് പോയേക്കാം. കണ്ടില്ലേ, അവരൊക്കെ പോയി. ആരും രക്ഷിക്കാൻ വരില്ലടോ. ഇനി ഇതുപോലെ അഹങ്കാരം കാണിച്ച രണ്ടിനെയും കൂടെ ഒറ്റ കമ്പി കോർത്തെടുക്കും ഞാൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.